ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള നടപടികൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിനകം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കേസ് അന്ന് നമ്മൾ ബ്രീഫ് ചെയ്തതാണ് 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസ്. ആ കേസിന്റെ അന്വേഷണം വളരെ മാതൃകാപരമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിയത്. ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ 11 പ്രതികളെ, കേരളത്തിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പ്രതികളെയും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇതിന്റെ മെയിൻ കണ്ണിയായിട്ടുള്ള ഒരു പ്രതി, അയാൾ താമരശ്ശേരി സ്വദേശിയാണ്. അയാളാണ് ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അയാൾ കഴിഞ്ഞ 6 വർഷമായിട്ട് കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ താമസിക്കുകയാണ്. രാമനാട്ടുകര ഒരു ഡെക്കോയിറ്റി കേസിൽ 5 പേര് മരണപ്പെട്ട ഒരു കേസ്, 2 ക്രിമിനൽ ഗാങ് അന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും വരുന്ന ഒരു സ്വർണം തട്ടുന്നതിന് വേണ്ടി ഒരു ക്രിമിനൽ ഗാങ്ങിനെ സംഘടിക്കുകയും അതിനെ ഫോളോ ചെയ്ത് മറ്റൊരു ക്രിമിനൽ സംഘം അതിനെ ഫോളോ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഈ വാഹനം അപകടത്തിൽപ്പെടുകയും 5 പേര് മരണപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു 2019. ആ കേസിൽ 70-ലധികം ആളുകൾ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രതി. അയാൾ കഴിഞ്ഞ 6 വർഷമായിട്ട് അയാൾ ഇന്ത്യക്ക് പുറത്ത് ഒളിവിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. താമരശ്ശേരി സ്വദേശി. നമ്മളത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ സ്റ്റീൽ ബേഡ് എന്ന് പറയുന്നത് ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ടുള്ളതാണ്. അതായത് നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഇത് തൊഴിലായി നടക്കുന്ന ആൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീം, അതായത് ഇന്റലിജൻസ് കളക്ഷനും കേസുകളെ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ, അവരുടെ പാസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവര് ഏതെങ്കിലും ക്രിമിനൽ ഗാങ്സ് ആയിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടെത്തി മനസ്സിലാക്കി അവർ അറസ്റ്റ് ചെയ്ത് ക്രൈംസ് പ്രിവെന്റ് ചെയ്യുന്നുള്ള നടപടികളാണ് ഈ ഓപ്പറേഷൻ സ്റ്റീൽ ബേഡിലൂടെ സംബന്ധിച്ചത്. അപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്ത 19 പേരും യഥാർത്ഥത്തിലെ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി വന്ന ആളുകളായിരുന്നു. പക്ഷെ അവരെ ആ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അവയവ കച്ചവട കേസ് അതിപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അത് ഗവൺമെന്റ് ഓർഡർ വന്നെങ്കിലും ആ കേസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളൊരു നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ നമ്മൾ അന്വേഷിച്ചിരുന്നു. കഴിഞ്ഞ ഈ 11 പ്രതികൾ അറസ്റ്റ് ചെയ്ത് അന്വേഷിച്ചാലും അതിൽ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. അത് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രതിയാണ്, വിദേശത്തിരുന്നുകൊണ്ടാണ്. അത് കിട്ടി അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്താലേ കിട്ടാൻ സാധിക്കുള്ളൂ. ഏതാ അയാൾ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതികളും അയാളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. അത് ഇപ്പൊ നമ്മളെ കുട്ടി ഒരു മാനസികമായിട്ടൊരു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കാം. പൈസയൊന്നുമില്ല അവർക്ക്, അങ്ങനെ അത്ര പൈസ സാമ്പത്തിക കണ്ടുള്ള ആളുകളൊന്നുമില്ല. വളരെ പാവപ്പെട്ട വലിയ കുട്ടിയാണ്. അത് കുട്ടിയെ കൂടുതൽ ഒന്ന് നോർമലാക്കി കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കുട്ടിയെല്ലാം ട്രോമയിലേക്ക് പോകരുത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു സീരിയസ് ഇന്റർവെൻഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വന്നതിന് ശേഷം അതെല്ലാം അന്വേഷിച്ചുകൊണ്ടില്ല. അല്ല, മിസ്സിംഗ് കേസുകൾ നോർമൽ എല്ലായിടത്തും ഇതുപോലെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇതിങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ സെൻസേഷനായി മാത്രമല്ലോ, സാധാരണ മിസ്സാവുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടെത്താറുണ്ട്. അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. SIT രൂപീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഗവൺമെന്റ് എന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അതൊരു സംഘം രൂപീകരിച്ചുകൊണ്ട് അതിൽ മറ്റുള്ള മെമ്പേഴ്സിനെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു SIT രൂപീകരിക്കണം. അതിനുശേഷം അതിന്റെ കേസുകൾ ഏതൊക്കെ കേസുകളാണ് ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള വെച്ചാൽ ആ കേസുകളെല്ലാം തുറന്നുള്ള അന്വേഷണം നടന്നിരിക്കും.
SIT അത് അതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരിക്കും. അതിലെല്ലാ ആസ്പെക്ട്സ് അന്വേഷിക്കും. ED ഏത് ആംഗിളിലാണ് അന്വേഷിച്ചതെന്നുള്ളത് അറിയില്ല. പക്ഷെ പോലീസിൻ്റെതായിട്ടുള്ള രീതിയിൽ പോലീസ് അന്വേഷണം ഉണ്ടായിരിക്കും. അതെ, നമ്മളാണല്ലോ പിടിച്ചത്. നജീബിനൊക്കെ നമ്മളാണ്. ED reports, any reports asked ED? Regarding which case? That organ transplantation? Hybrid one? Organ transplantation, ED? No. ഫോഴ്സ് കുറവുണ്ട്. പക്ഷെ അത് നമ്മൾ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ കുറേ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ ഇപ്പോൾ ഒരു മാസത്തിനകം വരാൻ പോകുന്നു. 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ട്രെയിനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആളെ കിട്ടും. നമുക്ക് ചെറിയ ഷോർട്ട് പീരീഡിൽ മാത്രമേ അതുണ്ടാവുള്ളൂ മാനേജ്മെന്റ്. ഹൈവേ റോബറി നമുക്കിവിടെ ഇതുവരെ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ പാലക്കാട്, തൃശ്ശൂരൊക്കെ ചില സംഭവങ്ങളുണ്ടായി. അത് ഈ സ്വർണം പൊട്ടിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് പലതും. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നൈറ്റ് പട്രോൾ സംവിധാനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അത്തരം പ്രതികളെ കുറിച്ച് നമുക്ക് അറിയാൻ ഏതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഓപ്പറേഷൻ സീൽബേഡൊക്കെ അതിനുവേണ്ടിയാണ്. അത്തരം കാര്യങ്ങൾ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൽസ് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളൊക്കെ ഇതിനകം അത്തരം ക്രൈംസ് കമ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഏതാ ട്രെയിനിങ്ങോ? നമ്മൾ ട്രെയിനിങ് കൊടുത്തു. ഒരാഴ്ച നമുക്ക് വളരെ അവർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല, അവര് ഡയറക്റ്റായിട്ട് സാധാരണ മട്ടില് പണ്ടൊക്കെ ആണെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഡയറക്ടർ സബ് ഇൻസ്പെക്ടേഴ്സ് നേരെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പൊ അതിന് പകരം ഇവർ പോയി 3-4 കൊല്ലം 5-6 കൊല്ലമൊക്കെ പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് വീണ്ടും മെസ്സേജ് ചാർജ് കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനും ബിനാനിപുരം പോലീസ് സ്റ്റേഷനാണ്. അതിപ്പോ എന്താന്ന് വെച്ചാൽ ആലുവ പോലീസ് സ്റ്റേഷനിൽ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല, വാടക കെട്ടിടത്തിലാണ് സൗകര്യമില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സർക്കിൾ ഓഫീസ് പണിയാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ബിനാനിപുരം സർക്കിൾ ആക്കിയിട്ട് ബിനാനിപുരത്താണെങ്കിൽ നമുക്കൊരു 1 ഏക്കർ സ്ഥലമുണ്ട്. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. പല സ്റ്റേഷൻസും 10-20 കിലോമീറ്റർ സഞ്ചരിച്ചാണ് CM വരെ കണ്ടത്. പക്ഷെ DYSP ഉണ്ട്.